ഇന്ത്യയിലുടനീളം പുതിയ ചരക്ക് സേവന നികുതി അഥവാ GST നിരക്കുകൾ പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ്. 2 സ്ലാബുകളിൽ നികുതി നിജപ്പെടുത്തിയതോടെ ഉൽപ്പന്നങ്ങളുടെ വിലയും സേവന നിരക്കുകളും കുറഞ്ഞിട്ടുണ്ട്. ഇതോടെ ഉപഭോക്താക്കൾക്ക് വിവിധ സാധനങ്ങൾ വാങ്ങുമ്പോൾ ലാഭമുണ്ടാകും. എന്നാൽ പാക്ക് ചെയ്ത സാധനങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങൾ ജാഗ്രത പാലിക്കണം. കാരണം പാക്ക് ചെയ്ത ഉൽപ്പന്നങ്ങൾക്ക് പഴയ വിലയും പുതുക്കിയ വിലയും ഉണ്ടാകും. അതായത് കമ്പനികൾ ഇനി മുതൽ പാക്ക് ചെയ്യുന്ന ഉൽപ്പന്നങ്ങളിലായിരിക്കും പുതിയ വില രേഖപ്പെടുത്തിയിട്ടുണ്ടാകുക. നിലവിൽ ഷോപ്പുകളിൽ പാക്ക് ചെയ്ത് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് പഴയ വിലയായിരിക്കും രേഖപ്പെടുത്തിയിട്ടുണ്ടാകുക. ഉദാഹരണം പറയാം. ഒരു ബിസ്ക്കറ്റ് പാക്കിന് 40 രൂപയായിരുന്നത് ഇന്നു മുതൽ 25 രൂപയായിരിക്കും. പക്ഷേ നമ്മൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ ആ പാക്കറ്റിൽ രേഖപ്പെടുത്തിയിട്ടുള്ള 40 രൂപ തന്നെ ബിൽ നൽകേണ്ടി വരും. കാരണം നിലവിലെ ഉൽപ്പന്ന പാക്കുകൾ 2026 ജനുവരി 31 വരെ ഉപയോഗിക്കാൻ കമ്പനികളെ കേന്ദ്ര സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. ഈ പാക്കറ്റുകളിൽ പുതിയ വിലയും രേഖപ്പെടുത്തിയാൽ മതി എന്നു മാത്രമാണ് നിബന്ധന. ഇത് ഉപഭോക്താക്കളിൽ ആശയക്കുഴപ്പം സൃഷ്ടിച്ചേക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ സാധനങ്ങൾ വാങ്ങുന്നതിന് മുൻപ് ഏതാണോ പ്രൊഡക്റ്റ് അതിൻ്റെ MRPയും ബില്ലും ശ്രദ്ധാപൂർവം പരിശോധിക്കണം. പ്രത്യേകിച്ച് ചെറിയ കടകളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുമ്പോൾ GST കുറയ്ക്കലിന്റെ ആനുകൂല്യം ലഭിക്കുന്നുവെന്ന് ഉറപ്പാക്കുന്നതിന് ജാഗ്രത പ്രധാനമാണ്. പാൽ ഉൽപ്പന്നങ്ങൾക്കും GST ഇളവ് ലഭിച്ചതോടെ മിൽമയുടെ പാൽ ഉൽപ്പന്നങ്ങൾക്ക് ഇന്നു മുതൽ വില കുറഞ്ഞിട്ടുണ്ട്. മിൽമയുടെ നെയ്യ് 1 ലിറ്ററിന് 45 രൂപ കുറഞ്ഞു. ഇതോടെ നെയ്വില നിലവിലെ 720 രൂപയിൽ നിന്ന് 675 രൂപയായിട്ടുണ്ട്. 370 രൂപയുണ്ടായിരുന്ന 1/2 ലിറ്റർ നെയ്യ് 25 രൂപ കുറഞ്ഞ് 345 രൂപയ്ക്ക് ലഭിക്കും. നെയ്യുടെ GST 12% നിന്ന് 5% കുറഞ്ഞതിന്റെ ഗുണമാണ് മിൽമ ഉപഭോക്താക്കൾക്ക് നൽകുന്നത്. 240 രൂപയുണ്ടായിരുന്ന 400 ഗ്രാം വെണ്ണ 15 രൂപ കുറഞ്ഞ് ഇനി മുതൽ 225 രൂപയ്ക്ക് ലഭിക്കും. 500 ഗ്രാം പനീറിന്റെ വില 245 രൂപയിൽ നിന്ന് 234 രൂപയായി കുറയും. 5% ഉണ്ടായിരുന്ന പനീറിന്റെ GST പൂർണ്ണമായും ഒഴിവാക്കിയിരിക്കുകയാണ്. മിൽമയുടെ വാനില ഐസ്ക്രീം 1 ലിറ്ററിന് 220 രൂപയിൽ നിന്ന് 196 രൂപയായി കുറഞ്ഞിട്ടുണ്ട്. GST നിരക്ക് 18% നിന്ന് 5% കുറച്ചതിനാൽ 24 രൂപയുടെ കിഴിവാണ് ലഭ്യമായിട്ടുള്ളത്. പാക്ക് ചെയ്ത ഭക്ഷണ സാധനങ്ങളിൽ മിക്കവയ്ക്കും ഇന്നു മുതൽ വില കുറഞ്ഞിരിക്കുകയാണ്. കൂടാതെ ടൂത്ത് പേസ്റ്റ്, സോപ്പ്, ഷാംപൂ, ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ തുടങ്ങി സാധാരണക്കാർ വാങ്ങുന്ന മിക്കവയ്ക്കും വില കുറച്ച് നൽകിയാൽ മതിയാകും. ഇലക്ട്രോണിക്സ്, കൺസ്യൂമർ ഉൽപ്പന്നങ്ങളുടെയും വിലയിൽ വലിയ അന്തരമുണ്ട്. ഉയർന്ന GST ഒഴിവാകുന്നതിലൂടെ സാധാരണക്കാർക്ക് സാമ്പത്തികമായി വലിയ ആശ്വാസമാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി എന്തിനൊക്കെയാണ് വില കുറഞ്ഞത് എന്ന് ഒന്ന് പരിശോധിച്ചു നോക്കാം. ഭക്ഷ്യവസ്തുക്കളിൽ ലോങ് ലൈഫ് മിൽക്ക്, UHT, പനീർ, ബ്രെഡ്, പാക്കറ്റ് ചപ്പാത്തി, പൊറോട്ട, ഇന്ത്യൻ ഫ്ലാറ്റ് ബ്രെഡ്, കണ്ടൻസ്ഡ് മിൽക്ക്, വെണ്ണ, നെയ്യ്, ചീസ്, ബദാം, ഹേസൽനട്ട്, പിസ്ത, ഈന്തപ്പഴം, അത്തിപ്പഴം, അവക്കാഡോ, ഡ്രൈ ഫ്രൂട്ട്സ്, മൃഗക്കൊഴുപ്പ്, സോസേജ്, പഞ്ചസാര മിഠായികൾ, പാസ്ത, നൂഡിൽസ് അടക്കം മിക്സ്ചർ പോലെയുള്ള ലഘുഭക്ഷണങ്ങൾ, പ്രീ പാക്കേജ്ഡ് നംകീൻ, പാക്ക് ചെയ്ത കരിക്കും വെള്ളം, 20 ലിറ്ററിന്റെ മിനറൽ വാട്ടർ ബോട്ടിൽ, ഫ്രൂട്ട് പൾപ്പ്, സോയ മിൽക്ക്, ഫ്രൂട്ട് ജ്യൂസ്, ജാം, ഫ്രൂട്ട് ജെല്ലി, ഈസ്റ്റ്, പാൽ അടങ്ങിയ പാനീയങ്ങൾ, സോസ്, മയണൈസ്, പ്രമേഹ രോഗികൾക്കുള്ള ഭക്ഷ്യവസ്തുക്കൾ, കൊക്കോ പൗഡർ, ചോക്ലേറ്റ്, കോൺഫ്ലെക്സ്, പേസ്ട്രി, കേക്കുകൾ, ബിസ്ക്കറ്റ്, ഐസ്ക്രീം, ടൂത്ത് പൗഡർ, മെഴുകുതിരി, തീപ്പെട്ടി, ഫീഡിംഗ് ബോട്ടിൽ, കോട്ടൺ ഓർ ജൂട്ട് ഹാൻഡ് ബാഗ്, ഷോപ്പിംഗ് ബാഗ്, അടുക്കളയിലേക്കുള്ള പാത്രങ്ങൾ, കുട, തയ്യലിനുള്ള സൂചി, മണ്ണെണ്ണ, അടുപ്പ്, തയ്യൽ മെഷീൻ, സൈക്കിൾ, ബാംബു ഓർ ചൂരൽ ഫർണിച്ചർ, പെട്രോമാക്സ്, മുടി ചീകാനുള്ള ചീപ്പ്, ഹെയർ പിൻ, ബേബി നാപ്കിൻ, ടാൽക്കം പൗഡർ, ഹെയർ ഓയിൽ, ഷാംപൂ, ടൂത്ത് പേസ്റ്റ്, ടൂത്ത് ബ്രഷ്, ഷേവിംഗ് ക്രീം, ആഫ്റ്റർ ഷേവ് ലോഷൻ, സോപ്പ് കട്ട, ടയറുകൾ, ലെതർ ഉൽപ്പന്നങ്ങൾ, റബ്ബർ ബാൻഡ് എന്നിവയ്ക്കെല്ലാം വില കുറഞ്ഞു. ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളിലാണെങ്കിൽ AC-ക്കും TV-ക്കും ഫ്രിഡ്ജിനും ഡിഷ് വാഷറിനും ഇതുവരെ നികുതി 28% അത് 18% മാത്രമായതോടെ കുത്തനെ വില കുറഞ്ഞിട്ടുണ്ട്. ഇതോടെ AC-യും 32 ഇഞ്ചിന് മുകളിലുള്ള TVകൾ, മോണിറ്റർ, പ്രൊജക്ടർ, ഡിഷ് വാഷർ, വാഷിംഗ് മെഷീൻ വാങ്ങാൻ കൊതിക്കുന്നവർക്കും നിലവിലുള്ളത് അപ്ഗ്രേഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും വലിയ നേട്ടമാകും.
ഹെൽത്ത് ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം പോളിസികളുടെ നികുതി ഭാരം 18% നിന്ന് 0 ഇതോടെ ഇനി മുതൽ ഇൻഷുറൻസ് എടുക്കുന്നവർക്ക് GST എമൗണ്ട് ലാഭിക്കാം. സാധാരണക്കാരന്റെ ജീവൻ രക്ഷാ മരുന്നുകൾക്കുണ്ടാകുന്ന വിലക്കുറവാണ് ഏറ്റവും പ്രധാനം. മാരക രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന സാധാരണക്കാർക്ക് ഏറെ ഗുണം ചെയ്യുന്നതാണ് ഈ ഒരു പരിഷ്കാരം. ക്യാൻസറിനുള്ള മരുന്നുകൾ ഉൾപ്പെടെ 36 മരുന്നുകൾക്ക് നികുതി പൂർണ്ണമായും ഒഴിവാക്കുകയും ബാക്കി മരുന്നുകൾക്കുള്ള നികുതി 5% കുറയുകയും ചെയ്തിട്ടുണ്ട്. 10,000 രൂപ ചിലവഴിച്ച് വാങ്ങേണ്ട ഒട്ടനവധി മരുന്നുകൾക്ക് GST പൂർണ്ണമായും ഒഴിവാക്കി. അതിലൂടെ വരുന്ന വിലമാറ്റം 1000-ഓ 2000-ഓ അല്ല, 25,000 രൂപ വരെ കുറവുണ്ട്. ഇത് സാധാരണക്കാരന്റെ പോക്കറ്റ് കാലിയാക്കാതെ രക്ഷിക്കും. 36 ഇനം മരുന്നുകൾക്ക് നികുതി പൂർണ്ണമായും ഒഴിവാക്കപ്പെടുകയും ബാക്കിയുള്ളവയ്ക്ക് GST 5% നിജപ്പെടുത്തുകയും ചെയ്തത് വലിയ ആശ്വാസമാണ്. ഇന്ത്യൻ റെയിൽവേ പുറത്തിറക്കുന്ന റെയിൽ നീർ കുപ്പിവെള്ളത്തിന്റെ വിലയിൽ 1 രൂപയുടെ കുറവാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ലിറ്ററിന് 15 രൂപയായിരുന്നത് 14 രൂപയായാണ് കുറഞ്ഞത്. ഏറ്റവും ആകർഷണീയ വിലക്കുറവ് കാറുകളുടെ കാര്യത്തിലാണ് ഉള്ളത്. ഇടത്തരം വാഹനങ്ങൾക്ക് 18% GST നിരക്കിലേക്ക് എന്ന കണക്കിലേക്കാണ് വരുന്നത്. 4 മീറ്ററിൽ താഴെ നീളമുള്ള 1200 cc പെട്രോൾ കാറുകളുടെയും 1500 cc താഴെയുള്ള ഡീസൽ കാറുകളുടെയും വില കുറഞ്ഞു. ഇത്തരം കാറുകൾ 18% GST സ്ലാബിലേക്കാണ് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. മാരുതി, ജീപ്പ് അടക്കമുള്ള കാർ നിർമ്മാണ കമ്പനികൾ നിരക്കിൽ കുറവ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എസ്പ്രസോ, ഓൾട്ടോ K10, ഹ്യൂണ്ടായി i20, ടാറ്റ ആൾട്രോസ്, ക്വിഡ്, എക്സ്റ്റർ, ഗ്രാൻഡ് വിറ്റാര, സെലേറിയോ, വാഗണാർ, ഇഗ്നിസ്, സ്വിഫ്റ്റ്, ബലേനോ, ഡിസയർ, ജിംനി, എർട്ടിഗ, ബ്രസ തുടങ്ങിയ കാറുകൾക്ക് വില കുറഞ്ഞിട്ടുണ്ട്. എന്നാൽ പ്രീമിയം വാഹനങ്ങൾ വാങ്ങുന്നവർക്ക് പുതിയ നിരക്ക് തിരിച്ചടിയാവുകയും ചെയ്യും. 4000 മില്ലിമീറ്ററിൽ കൂടുതൽ നീളമുള്ള എല്ലാ കാറുകൾക്കും ഇനി 40% GST നൽകേണ്ടി വരും. ക്രെറ്റ, കിയ സെൽറ്റോസ്, ഹാരിയർ, ഫോർച്യൂണർ തുടങ്ങിയ SUVകൾക്ക് ഉയർന്ന വില നൽകേണ്ട അവസ്ഥയാണ്. റോയൽ എൻഫീൽഡ്, ഹിമാലയൻ അടക്കമുള്ള 350 cc കൂടുതലുള്ള മോട്ടോർ സൈക്കിളുകൾക്കും 40% GST അടയ്ക്കണം. ഇനി ഹോട്ടലിന്റെയും ജിമ്മിന്റെയും സലൂണിന്റെയൊക്കെ കാര്യം എന്താണ്? ഇവിടെയും നിരക്കുകളിൽ വലിയ വ്യത്യാസം വന്നിട്ടുണ്ട്. ജിം, സലൂൺ സേവനങ്ങളുടെ നികുതി ഭാരം 18% നിന്ന് 5% കുറച്ചിരിക്കുകയാണ്. ഒരു ഉദാഹരണം, ഇന്നു മുതൽ മുടി വെട്ടുന്നവർക്ക് 18% നികുതിക്ക് പകരം 5% കൊടുത്താൽ മതി. ഒരു രാത്രിക്ക് 7500 രൂപയിൽ താഴെ നിരക്കുള്ള ഹോട്ടലുകളുടെ GST 12% നിന്ന് 5% വസ്ത്രം, പാദരക്ഷകൾ എന്നിവയ്ക്ക് 2500 രൂപയ്ക്ക് താഴെയുള്ള പർച്ചേസുകൾക്ക് 5% മാത്രമാണ് GST. നികുതി കുറയുന്നതോടെ ഗൃഹോപകരണങ്ങളുടെ വിലയിൽ 7 മുതൽ 8% വരെ വിലക്കുറവുണ്ടാകും. സിമന്റിനും നികുതി 5% ഭവന നിർമ്മാണ മേഖലയ്ക്ക് നേട്ടമാകും. പുതുതായി വീട് വെക്കുന്നവർക്കും ഈ ഇനത്തിൽ ബജറ്റ് വലിയ തോതിൽ ലാഭിക്കാം എന്നതാണ് പ്രത്യേകത. പുകയില, പാൻ മസാല, ലോട്ടറി, ആഡംബര വാഹനങ്ങൾ, ഓൺലൈൻ ഗെയിമിംഗ് പ്ലാറ്റ്ഫോമുകൾ, കാർബണേറ്റ് ഡ്രിങ്ക്സ്, ഫ്ലേവേർഡ് ഡ്രിങ്ക്സ് എന്നിവയ്ക്ക് വില കൂടിയിട്ടുണ്ട്. ക്രിക്കറ്റ് ആരാധകർക്കും പുതുക്കിയ GST നിരക്ക് തിരിച്ചടിയാകാൻ സാധ്യതയുണ്ട്. പ്രീമിയം സ്പോർട്സ് ഇവന്റുകളുടെ GST 28% നിന്ന് 40% ഉയർത്തി. ഇതോടെ IPL മത്സരങ്ങളടക്കം തത്സമയം സ്റ്റേഡിയത്തിൽ കാണാൻ കൂടുതൽ പണം നൽകേണ്ടി വരും. വസ്ത്രങ്ങളുടെ GST 12% നിന്ന് 18% ഉയർത്തിയിരിക്കുന്നത്. അതായത് 2500 രൂപയിൽ കൂടുതലുള്ള വസ്ത്രങ്ങൾക്ക് വില കൂടും. അതേസമയം സംസ്ഥാനത്തെ ലോട്ടറിയുടെ GST കൂട്ടിയെങ്കിലും ടിക്കറ്റിന്റെ വില കൂടില്ല. നിലവിലെ ടിക്കറ്റ് നിരക്ക് തുടരുമെന്ന് ധനവകുപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട്. സമ്മാനത്തുകയുടെ എണ്ണത്തിലും ഏജന്റുമാരുടെ കമ്മീഷനിലും മാറ്റം വരുത്താനാണ് തീരുമാനം. കമ്മീഷനിലായിരിക്കും വലിയ കുറവുണ്ടാകുക. ലോട്ടറി GST 28% നിന്ന് 40% കൂടിയത്. അതേസമയം GST പരിഷ്കരണം അപര്യാപ്തമാണ് എന്നാണ് കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണം. പുതിയ പരിഷ്കാരത്തിൽ സംസ്ഥാനങ്ങളുടെ നഷ്ടപരിഹാരങ്ങൾ പ്രതിപാദിക്കുന്നില്ല. GST പരിഷ്കരണം നടത്തിയത് താനാണ് എന്ന അവകാശവാദത്തിനാണ് മോദി രാജ്യത്തെ അഭിസംബോധന ചെയ്തത്. നഷ്ടപരിഹാര തുക 5 വർഷത്തേക്ക് കൂടി നീട്ടുക എന്ന സംസ്ഥാനങ്ങളുടെ ആവശ്യങ്ങൾ പരിഹരിക്കണമെന്നും കോൺഗ്രസ് വക്താവ് ജയറാം രമേശ് പറഞ്ഞിട്ടുണ്ട്. 2017 പ്രതിപക്ഷമാണ് GST സ്ലാബ് പരിഷ്കരിക്കേണ്ടതിലെ ആവശ്യകത ചൂണ്ടിക്കാട്ടിയതെന്നും ജയറാം ചൂണ്ടിക്കാട്ടുന്നു. കോൺഗ്രസ് നടപ്പിലാക്കിയ നികുതി പരിഷ്കാരങ്ങളെ ഇല്ലാതാക്കിയ കേന്ദ്ര സർക്കാർ ജനങ്ങളോട് മാപ്പ് പറയണമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയും ആവശ്യപ്പെട്ടു. കഴിഞ്ഞ 9 വർഷമായി ജനങ്ങളുടെ മേൽ കൊള്ള ടാക്സ് ചുമത്തി. നിത്യോപയോഗ സാധനങ്ങൾക്ക് പോലും നികുതി ഏർപ്പെടുത്തിയത് ജനങ്ങൾ മറക്കില്ല എന്നുമാണ് ഖാർഗെ പ്രതികരിച്ചത്.
അതേസമയം 99% ഉൽപ്പന്നങ്ങളുടെയും വില കുറയുമെന്നും വികസന കുതിപ്പിന് പുതിയ തലമുറ GST പരിഷ്കാരം ഇടയാക്കുമെന്നും പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം അവകാശപ്പെട്ടിരുന്നു. 2.5 ലക്ഷം കോടിയുടെ നേട്ടമാണ് ജനങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നത്. നികുതി സ്ലാബുകൾ 5-18 എന്നിങ്ങനെ ചുരുങ്ങുന്നതോടെ മധ്യവർഗം ഉൾപ്പെടെ എല്ലാ മേഖലയിലുള്ളവർക്കും ഗുണം കിട്ടും. പൗരന്മാരാണ് ദൈവം എന്ന മന്ത്രവുമായിട്ടാണ് സർക്കാർ മുന്നോട്ടു പോകുന്നത് എന്നും മോദി വ്യക്തമാക്കിയിരുന്നു.